വേണ്ടി പ്ലാൻ ചെയ്തത്. പക്ഷെ 4:45 അപ്പം വഴികൾ കാഴ്ചകൾ. അങ്ങനെ അവരുടെ വീട്ടിൽ പോയി അവരെല്ലാം കൂട്ടി അവരുടെ ലഗേജ് എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ അവിടുന്ന് പോന്നു. നമ്മൾ കേളകം കൂടിയാണ് പോകുന്നത്. കേളകം, കൊട്ടിയൂർ, മാനന്തവാടി അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് പോകുന്നതെന്നു വെച്ചാൽ ഗേറ്റ് തുറക്കുന്നതിന് മുന്നേ എത്താൻ വേണ്ടിയാണ്. നമ്മളവിടെ ചെന്നപ്പോഴത്തേനും വണ്ടി എല്ലാം വെയിറ്റിങ്ങിലായിരുന്നു, ഗേറ്റ് തുറന്നില്ലായിരുന്നു. പിന്നെ 10 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴത്തേനും ഗേറ്റൊക്കെ തുറന്നു. കാരണം നമ്മൾ നേരത്തെ ഗേറ്റ് തുറന്ന പാടെ പോവുകയാണെങ്കിൽ നമുക്ക് കുറേ മൃഗത്തെ കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മൾ പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേനും നേരം വെളുക്കാത്തത് കൊണ്ടും നല്ല ഇരുട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ നല്ല മഞ്ഞു. അപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ കുറേ അങ്ങ് നേരമൊക്കെ വെളുത്തപ്പോഴത്തേനും അവിടെ ഇവിടെയൊക്കെ കുറച്ച് 2-3 മൃഗത്തെയൊക്കെ കണ്ടു. ആനേനെ കണ്ടു. പിന്നെ കുറേ മാൻകൂട്ടങ്ങൾ, കാട്ടുപോത്ത്, കാട്ടുപന്നി, മയിൽ, അങ്ങനെയൊക്കെ കാട്ടുപന്നീനെയൊക്കെ കണ്ടു. അങ്ങനെ നമ്മളിങ്ങ് പോന്നു. നല്ല മനോഹരമായ കാഴ്ചയാണ് ഈ വനത്തിനുള്ളിലൂടെ. കാരണം മഞ്ഞ്, അതിൻ്റെ കൂടെ കുറേ മരങ്ങളുടെ ഇടയിൽ കൂടെയുള്ള റോഡും പിന്നെ അരുവികൾ എല്ലാം നല്ല ഭംഗിയായിരുന്നു. അതെല്ലാം ആസ്വദിച്ച് നമ്മളിങ്ങ് പോന്നു. കുറേ ഇങ്ങ് എത്തിയപ്പോൾ തന്നെ നമ്മുടെ റോഡിനോട് ചേർന്ന് കുറേ കാട്ടുപോത്തുകൾ അപ്പുറത്തെ സൈഡിൽ കുറേ ഉണ്ടായിരുന്നു. കുറേ കാട്ടുപോത്തിനെയൊക്കെ കണ്ടു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങ് പോന്നു. അങ്ങനെ മെയിൻ ഗേറ്റിൻ്റെ അവിടെ എത്തി നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. നമ്മൾ ഇനി പോകുന്നത് മൈസൂർ പാലസ് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ മൈസൂർ പാലസ് കാണാൻ വേണ്ടി അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു. രാവിലെ നേരം വിളിക്കുന്നതിന് മുന്നേ എണീറ്റതായതുകൊണ്ട് എല്ലാവർക്കും വിശന്ന് തുടങ്ങി. പിന്നെ വണ്ടിയിൽ നമ്മൾ കുറച്ച് സ്നാക്സൊക്കെ പിള്ളേരുള്ളതുകൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ തീറ്റ് തുടങ്ങി. പിന്നെ കുറേ അങ്ങ് എത്തിയപ്പോൾ HD കോട്ട എത്തിയപ്പോൾ നമ്മുടെ റിലേറ്റീവ് അവിടെ ഫാമിലിയായിട്ട് സെറ്റിലായിട്ടുണ്ട്. അവരൊക്കെ വന്നു. അവരോട് ഒരു ചായയൊക്കെ കുടിച്ച് കൊച്ചു വർത്താനം എല്ലാം പറഞ്ഞ് നമ്മൾ അവിടെ നിന്നും പോന്നു. വൈകുന്നേരം നമ്മൾ അവരുടെ അടുത്തോട്ടാണ് പോകുന്നത്. പിന്നെ ജസ്റ്റ് നമ്മൾ മൈസൂരൊക്കെ പോയി ഒന്ന് കറങ്ങി അയച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേനും നമ്മൾ HD കോട്ടയിലോട്ട് തന്നെ വരും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എല്ലാവരുമായിട്ട് പോന്നു. അവിടെ നിങ്ങൾ പോന്നു കഴിഞ്ഞപ്പോൾ നല്ലൊരു പെട്രോൾ പമ്പ് കണ്ടു. അവിടെ കയറി ഒന്ന് ഫ്രഷായി. പിന്നെ നല്ലൊരു വ്യൂ, ഒരു വീടും ഒക്കെ നിൽക്കുന്നത് കണ്ടു. അപ്പോഴാണ് നമ്മുടെ അരളിപ്പൂ നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ അതിനെപ്പറ്റി കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. കുറേ ഫോട്ടോയൊക്കെ എടുത്ത് അവിടെ നിന്ന്. നല്ല രസമുണ്ടായിരുന്നു പൂ കാണാൻ വേണ്ടി. പിന്നെ അവിടെ നിന്ന് നമ്മൾ വീണ്ടും ഇങ്ങ് പോന്നു. നല്ല മനോഹരമായ കാഴ്ചകൾ. കാഴ്ചകളെല്ലാം കണ്ട് പിള്ളേരെല്ലാം ഒരു സൈഡായി. ഇരിക്കാൻ സ്ഥലമില്ല കേസ്, എല്ലാം കൂടെ വന്ന് കിടന്ന് ഞാനും മോനും അതിൽ കാറിൻ്റെ പുറത്ത് കയറിയിരിക്കും. ഞങ്ങളെ ഇല്ലോളം സ്ഥലത്ത് ഒതുക്കിയിട്ട് ഇതുങ്ങളെല്ലാം കൂടെ ഞങ്ങൾ എന്തൊരു ടൂറിന് വന്നു. ഒരു തൊഴിൽ സ്ഥലം ഞങ്ങൾക്ക് പിടിച്ചു. അങ്ങനെ ഞങ്ങൾ മൈസൂർ പാലസിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തി. അപ്പോൾ അവിടെ നിന്ന് സെക്യൂരിറ്റി നമുക്ക് കാർ പാർക്കിങ്ങുള്ള സ്ഥലമൊക്കെ കാണിച്ചു തന്നു. വിശാലമായ കാർ പാർക്കിംഗ് ആയിരുന്നു. അവിടെ കാറെല്ലാം പാർക്ക് ചെയ്ത് നമ്മളിങ്ങനെ പാലസ് കാണാൻ വേണ്ടി അതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ അവിടെ ചെന്നപ്പോഴാണ് പറഞ്ഞത് ഒരു അരമണിക്കൂറും കൂടെ ലേറ്റാവും പാസ് കൊടുത്തു തുടങ്ങാൻ വേണ്ടി എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ചുറ്റുവട്ടമൊക്കെ ഒന്ന് പോയി കറങ്ങി തിരിച്ച് വന്നപ്പോഴത്തേനും പാസ്സൊക്കെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ എൻട്രി പാസ്സൊക്കെ എടുത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറി.
കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ പണ്ട് സിനിമകളിലും വായിച്ച് നമ്മൾ കണ്ട കൊട്ടാരങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കണ്ട ഒരു പണ്ടത്തെ ആ ഒരു ചിത്രങ്ങളൊക്കെ നമ്മുടെ മൈൻഡിലോട്ട് വന്നു. കൊട്ടാരത്തിൻ്റെ ആ വ്യൂവും സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ലൈവായിട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും കയറണം എന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ അവിടെ എവിടെയൊക്കെ കുറേ നടന്ന് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ നടക്കാനാണെങ്കിൽ കുറേ ഉണ്ട്, അതുകൊണ്ട് നമ്മൾക്ക് അവിടെ വാഹന സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് പിന്നെ പേയ്മെൻ്റൊക്കെ കൊടുക്കണം. പിന്നെ നമ്മൾ നടന്ന് കാണാൻ വേണ്ടിയാണല്ലോ വന്നത്. അങ്ങനെ കാഴ്ചകളെല്ലാം നടന്ന് നമ്മൾ കണ്ട് നല്ലൊരു വ്യൂ ആയിരുന്നു. ഇവിടുന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. എന്തായാലും അതിൻ്റെ ഉള്ളിലെ കാഴ്ചയിലോട്ട് പോകാം. കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ നമ്മൾ ചെരുപ്പൊക്കെ ഊരി വെക്കണം. അങ്ങനെ നമ്മൾ ഒരു ചെരുപ്പൊക്കെ ഒരു കവറിലാക്കി, അവരുടെ തന്നെ ഒരു സ്ഥലമുണ്ട്, അവിടെ നമ്മൾ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറി. കർണാടകത്തിലെ മൈസൂരുവിലാണ് ഈ ഒരു കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ഇത് മൈസൂര് ഭരിച്ചിരുന്ന വാഡിയാർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ കൊട്ടാരം. ഇത് 1912 പണി കഴിച്ചത്. ഇന്ത്യയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് മൈസൂർ കൊട്ടാരം അറിയപ്പെടുന്നുണ്ട്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് സഞ്ചാരികൾ ഈ കൊട്ടാരം കാണാൻ വരുന്നുണ്ട്. നമ്മൾ ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ എല്ലാ വർഷവും മൈസൂരിൽ മൈസൂർ ദസറ എന്ന മഹോത്സവമുണ്ട്. അത് അതിഭയങ്കരമായൊരു ഉത്സവമാണ്. അന്ന് നമുക്ക് കാണാൻ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ടൊന്നും കാണാൻ പറ്റിയില്ല. ഈ കൊട്ടാരത്തിലെ ചിത്രപ്പണികളെല്ലാം ചെയ്തിരിക്കുന്നത് രാജാ രവിവർമ്മയാണ്. അതിമനോഹരമായ ചിത്രപ്പണികളും ചുവർ ചിത്രങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഉള്ളിൽ. നമുക്ക് കൂടുതൽ കാഴ്ചയിലോട്ട് പോവാം.
ഉള്ളിലുള്ള കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ ഇനി പുറത്തോട്ട് പോവുകയാണ്. അകത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു ചില്ലിൻ്റെ അകത്ത് കുറേ ഓർണമെൻറ്റ്സ് വെച്ചിരിക്കുന്നത് കാണാം. ദസറയ്ക്ക് ഉപയോഗിക്കുന്ന ഓർണമെൻറ്റ്സ് ആണ്. ആനകളുടെ നെറ്റിപ്പട്ടവും അതൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ ചെരുപ്പ് നമ്മുടെ കൗണ്ടറിൽ നിന്ന് മേടിച്ച് നമ്മൾ തിരിച്ച് കൊട്ടാരത്തിന് പുറത്ത് വന്നു. ഇപ്പോൾ പുറത്തേക്ക് പോകണം. അടുത്ത് മൈസൂർ സൂവിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ വളരെ ഭംഗിയായിരുന്നു. അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, കമാ. ഈ കൊട്ടാരത്തിൻ്റെ അവിടെ ഇവിടെയായിട്ട് കുറേ ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ പുറത്തോട്ട് പോവുകയാണ്. ഇത് പുറത്തോട്ടുള്ള എൻട്രൻസ്. ഇത് നമ്മൾ കയറി വന്നത്, ഇത് പുറത്തോട്ടുള്ള എക്സിറ്റ്. എന്തായാലും നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു. കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. കാഴ്ചയെല്ലാം കണ്ട് പുറത്തിറങ്ങിയപ്പോൾ തന്നെ എല്ലാവർക്കും വിശന്നു. പിന്നെ അവിടെ അടുത്ത് കണ്ടൊരു ഹോട്ടലിൽ കയറി. നല്ലൊരു ഹോട്ടലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചു. ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം എല്ലാവരും ഒരു ലൈം സോഡയൊക്കെ ഓർഡർ ചെയ്ത് അതെല്ലാം കുടിച്ച് നമ്മൾ ക്ഷീണമെല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ മൈസൂർ സൂ കാണാൻ വേണ്ടി പോയി. അങ്ങനെ മൈസൂർ സൂവിലോട്ട് നമ്മൾ എൻ്ററായി. നമ്മളവിടെ നിന്ന് എൻട്രി പാസ്സൊക്കെ എടുത്ത് നമ്മൾ സൂ കാണാൻ വേണ്ടി പോയി. അതിൻ്റെ കാഴ്ചയിലോട്ട് നമുക്ക് പോവാം. ഇങ്ങനെ മൈസൂർ സൂ എല്ലാം കണ്ട് ഏക്കർ കണക്കിന് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് കുറേ നടക്കാനുണ്ടായിരുന്നു. 2-2.5 മണിക്കൂർ നമ്മൾ നടന്ന് കാണാനുള്ളതുണ്ട്. അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടു. പ്രതീക്ഷിച്ച അത്ര വമ്പൻ സെറ്റപ്പൊന്നുമല്ല, എങ്കിലും ഉള്ളത് നല്ല രീതിയിൽ നല്ല സ്പേസ് കൊടുത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കാഴ്ചകളെല്ലാം കണ്ട് പുറത്തിറങ്ങി. അങ്ങ് കണ്ടപ്പോൾ ഒരു കുതിരവണ്ടി കണ്ടു. പിന്നെ അതിൽ കയറി. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കുതിരവണ്ടി കയറണമെന്ന്. അങ്ങനെ അത് സാധിച്ചു. അങ്ങനെ ടൗണൊക്കെ ചുറ്റി കണ്ടു. ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വൈകുന്നേരം ഞങ്ങൾ റൂമിലെത്തി. 2 റൂം എടുത്തിട്ടുണ്ടായിരുന്നു HD കോട്ടയം എന്ന് പറഞ്ഞ സ്ഥലത്ത്. എല്ലാ സൗകര്യങ്ങളോട് കൂടിയ നല്ല റൂമായിരുന്നു. വൈകുന്നേരം ആയപ്പം നമ്മുടെ ചേട്ടയുണ്ടായിരുന്നു അവിടെ. അവരവിടെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു. നമ്മളെല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞ് ഫുഡെല്ലാം കഴിച്ചു. കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു.
ഇറങ്ങിയതാണ്. ഇപ്പോഴാണ് തിരിച്ച് മൈസൂർ പാലസിൽ പോയി, സൂവിൽ പോയി, ലാസ്റ്റ് നമ്മൾ ചാമുണ്ഡി ഹിൽസിലൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് നമ്മളൊരു റൂം എടുത്തിട്ടുണ്ട് ഇവിടെ മൈസൂർ. പിന്നെ HD കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് റൂമൊക്കെ നല്ല അടിപൊളി റൂം, 2 റൂം എടുത്തു. അപ്പോൾ എല്ലാ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യുവാണ്. അപ്പം വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെ